സംഗീതം ശിലകളെ പോലും അലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചെപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താണത്? സാറേ ഇത് കഥയാ. കൊണ്ടുപോവാൻ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ. താനെന്താ ഈ നേരത്ത്? അത് നാളെ ബില്ലും മാറാൻ. അത് നാളെയല്ലേ? എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു അധ്യാപകന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ചില വിചാരങ്ങളുമായിട്ടാണ് താൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറയൂ. അയച്ചകത്തിന്റെ പ്രതികരണം അറിയാൻ വന്നതാണോ? സാർ, പേര് വെക്കാതെ കത്തയച്ചാലും തന്റെ കൈപ്പട കണ്ടാ എനിക്ക് മനസ്സിലാവും. സ്കൂൾ കുട്ടികളെ പോലെ താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റു മാഷുമാരോ കുട്ടികളോ ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നാണല്ലോടോ തനിക്ക്? പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്കണം. കത്തയക്കാൻ വിചാരിച്ചല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നിർമ്മല സാറിനടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. കുട്ടികളുടെ കയ്യിൽ നിന്നോ? കുട്ടികളുടെ കയ്യിൽ എങ്ങനെ? നിർമ്മല ചുരുട്ടി കൂട്ടി എറിഞ്ഞത് കുട്ടികൾക്ക് കിട്ടി കാണും. പേര് വെക്കാതെ എഴുതിയതുകൊണ്ട് തൽക്കാലം താൻ രക്ഷപ്പെട്ടു. മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരു അബദ്ധം പറ്റിയതാണെന്ന്. എടോ, ലോകത്തുള്ള ഒരു കാമുകനും തന്റെ കാമുകിക്ക് അബദ്ധത്തിൽ ഒരു പ്രേമലേഖനം എഴുതിയിട്ടില്ല. ഇതൊന്നും ശരിയായ രീതിയല്ല. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരായ വഴിക്ക് ചിന്തിക്കാത്തത് എന്ത്? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാലോ. സാറ് എന്താ, ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ലേ? അതല്ല, ആ കുട്ടിക്ക് എന്നോട് താല്പര്യമുണ്ടോന്ന് അറിയാതെ. താല്പര്യം ഉണ്ടോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്തു വേണം? ഞാൻ സംസാരിക്കണോ വേണ്ടയോ? സാറ് സംസാരിക്കണം. ആ, എങ്കിൽ തൽക്കാലം താൻ ചെല്ല്. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്തു പറ്റി ടീച്ചർ? എന്താ ടീച്ചർ? ടീച്ചർ എന്തിനാ കരയുന്നത്? താൻ വല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞത്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റ കീട്ടിപ്പോ കയറി പിടിച്ചാടും. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? താൻ ഇവിടെ നിൽക്ക. ഞാൻ തന്നെ അന്വേഷിച്ച് സ്കൂളിൽ പോയിരുന്നു. ഞാനിവിടെ ശമ്പളം ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലിയ മാഷന്മാർ ഇടപെടും, മാഷന്മാർ തമ്മിൽ തല്ലിയ ആരിടപെടും? ഇതാരാ ഇവിടെ വന്ന് വിളമ്പിയത്? ഞാനൊന്നുമല്ലേ. ഞാനാണേ.
ആ കത്ത് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന്. അതിനാണോ പി ടി മാഷ തല്ലിയത്? തല്ലിയതിനൊക്കെ തക്കതായ കാരണം കാണും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ അയച്ച കത്ത് നിർമ്മലയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന്. ആര് പറഞ്ഞു? ആ കുട്ടി തന്നെ പറഞ്ഞു. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടായി അല്ലേ? ഇങ്ങ് ആ കുട്ടിയോട് സംസാരിച്ചിട്ട് എന്നോട് വിവരം പറയാന്ന് പറഞ്ഞിട്ട്. എടോ, അതിനാ കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് നിർമ്മലയെ ഒന്ന് വിട്ടുകിട്ടണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും തിരക്ക് കൂട്ടരുത്. ഓണാവധിക്ക് ആ കുട്ടി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വിശദമായിട്ട് അങ്ങ് പറയാം. പോരെ? പോരാ. എന്നാ മതി. ആ കുറുന്തൂട്ടിയുടെ കട ചെത്തി കളയല്ലേ? ആ, കുഞ്ഞെവിടെ? അടുക്കളയിലുണ്ട്. ഇപ്പോഴൊന്നും പുറത്തേക്ക് വരാനുള്ള വകുപ്പില്ലല്ലോ. എന്താ, വിളിക്കണോ? വേണ്ട വേണ്ട. എന്നാ പിന്നെ വളച്ചുകെട്ടില്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം. നിർമ്മലയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ വിവാഹ സംബന്ധമായിട്ട്? ഏയ്, വഴിയില്ല. അതെന്താ? എന്നെ പഠിപ്പിക്കാനും മറ്റുമായിട്ട് അമ്മാവന് കുറെ കടമുണ്ടേ. എന്റെ ശമ്പളത്തിൽ നിന്ന് വേണം അതൊക്കെ കൊടുത്തു തീർക്കാൻ. അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാ. ശരി, നിർമ്മലയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? തുറന്നു പറയാൻ മടിയുള്ള വിഷയമാണ്. എന്നാലും എന്നോടായതുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാ വാദ്യാര് പണിക്ക് പുറമെ ഇയാൾക്ക് ദല്ലാള് പണി ഉണ്ട് എന്ന് തോന്നില്ലെങ്കിൽ ഞാൻ വിഷയം പറയാം. നമ്മുടെ ബാലന്മാഷില്ലേ, എനിക്ക് കുട്ടിക്കാലം മുതലേ അയാൾ അറിയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ളതുപോലെ യാതൊരു വഴിവിട്ട ശീലവും അയാൾക്കില്ല. ഒരു പെങ്ങളേ ഉള്ളൂ. അവളെ ആരുടെയെങ്കിലും കൂടെ അയച്ചിട്ട് സ്വന്തം കാര്യം ആലോചിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോ നിർമ്മലയെ കണ്ടു, പാട്ടൊക്കെ കേട്ടു. അയാൾക്കൊരാശ. നിർമ്മലയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കാം, വീട്ടിൽ വന്ന് സംസാരിക്കാം. വിരോധമില്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു പൊക്കോ പൊക്കോ ആലോചിച്ചു. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താടോ? ഓണൊക്കെ വരണേ. ആ, ഓണൊക്കെ വരണേ. ചാരായം കുടിക്കാനാ കള്ളൻ. അപ്പോ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? സാർ നാളെ ടൗണിൽ പോകുന്നുണ്ടോ? ഉണ്ട്. വീട് പണിക്കാർക്ക് ഓണം പ്രമാണിച്ച് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നിർമ്മലയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. പയ്യന്നൂർക്കുള്ള ബസ് കയറ്റി വിടണം. വടക്കേലെ ശ്രീധരൻ നാളെ അവധിക്ക് വരുന്നുണ്ട്. ആ കാറ് ഏതായാലും ടൗൺ വരെ വെറുതെ പോണുണ്ട്. ബസ്സിൽ ചാടി കയറി വെറുതെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഞാനും ടൗൺ വരെ വന്നു കളയാം. എന്തിന്? അല്ല, വേറൊന്നുമല്ല, ഈ ഓണം മത്സരത്തിനുള്ള ട്രോഫികൾ വേണേ, അതെന്റെ ചുമതലയാ. നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. ആ, അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് താൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. നിന്നാൽ താൻ വന്ന് നിൽക്കടോ. പ്രവേശിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ. ഞാൻ ടൗണിലേക്ക് പോവാ, ട്രോഫികൾ വാങ്ങണ്ടേ. നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോട്ടെ. വിട്ടോളൂ. ശരി. നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും. വാ വാ.
ഇങ്ങ് വാ മാഷെ. 2 ചായ. ആ ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടാ. 2 പടലപ്പഴവും. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. വരിക വാ നിർത്ത മുമ്പിൽ കയറി. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ. അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടി കിട്ടും. എനിക്ക് വീട് പണി നടക്കുന്നിടത്ത് ഒന്ന് ഇറങ്ങണം. ഒരു 5 മിനിറ്റ്. ഇപ്പൊ വരാട്ടോ. സുരേന്ദ്ര, തന്റെ എഞ്ചിനീയർ സാറ് വന്നില്ലേ? സാറ് വന്നു. കുറച്ചേരം കാത്തു നിന്നു. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു പോയി. ഇയാൾ എവിടേക്കായി മുങ്ങണേ? കാശിന് ആവശ്യം വരുമ്പോ മാത്രം പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അയാള് വരുമ്പോ വരട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കള്ളൻ എഞ്ചിനീയർ പോയി കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാനുള്ളതാ. 12 മണിക്ക് വരൂ അത്രേ. അല്ലെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരണോ? ബാലകൃഷ്ണ മാഷുണ്ടല്ലോ, പുള്ളി ബസ് കയറ്റി വിട്ടാ പോരെ? ഹെഡ് മാസ്റ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ബസ് കയറ്റി വിട്ടാ മാത്രം പോരാ, നിർമ്മലയ്ക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ തുണി എടുക്കണമെന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമില്ല. എന്റെ സുഹൃത്തുക്കളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെ ടൗണിൽ 5-6 എണ്ണം ഉണ്ട്. ഓഹോ, ആ എങ്കിൽ പിന്നെ വിട്ടോളൂ. ആ പിന്നെ തുണി എടുക്കുന്ന കൂട്ടത്തിൽ ബാലൻ നിർമ്മലയ്ക്കൊരു സാരി വാങ്ങിച്ചു തരും, ഓണക്കോടി. വേണ്ടാന്നൊന്നും പറഞ്ഞു കളയരുത്. ആ എന്നാ പിന്നെ വിട്ടോളൂ. എനിക്ക് കാർ കയറിയ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? എപ്പോ? അന്ന് ആ വഴി വെച്ച്. ഓ ശരിയാണ്, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോരെ? എനിക്ക് ഊണൊന്നും വേണമെന്നില്ല. ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കും. അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ടെടുക്കില്ല. ഇപ്പോഴും ജയിലിലായത് എങ്ങനെ എന്ന് പറഞ്ഞില്ല. നന്ദന് ബോറടിക്കുന്നില്ലേ? ഇല്ലല്ലോ. തീവ്രമായ ഒരു പ്രേമകഥയാണ് ഇതുവരെ പറഞ്ഞത്. ഇതിലെവിടെയാണ് പെൺവാണിപ്പം? അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ടീച്ചറിനെ ബാലേഷൻ ബസ് കയറ്റി വിട്ടിട്ട്? ബസ് കയറ്റി വിട്ടില്ല. ടീച്ചർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായി. മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് പാപ്പച്ചനറിയാം. പിന്നെ എന്തിനായാലും ഞങ്ങളെ ഈ കള്ളക്കേസ് കൊടുക്കുന്നു? ഈ കേസ് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലേ പാപ്പച്ചന് ഇതിൽ നിന്ന് ഊരാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ സംഭവത്തോടെ അയാളുടെ എല്ലാ കളികളും വെളിച്ചത്താവും. ജാമ്യം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതിയാ മതി. ഇതുവരെ റീത്തയുടെ ബോധം തെളിയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അവളാണല്ലോ സത്യം പറയേണ്ടത്. ബാബു എങ്ങോട്ടാ പോയത്? അയാൾ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്വന്തം തടിയൂരാൻ അയാൾ പാപ്പച്ചനെ ചെന്ന് കണ്ടോ എന്ന് സംശയമുണ്ട്.
നമുക്ക് നോക്കാം. നിങ്ങളുടെയും നിർമ്മല ടീച്ചറുടെയും നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടണമെന്നല്ലേ ഉള്ളൂ. പക്ഷേ നിർമ്മല ടീച്ചറുടെ കാര്യത്തിൽ വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടായതായി ഞാൻ കേട്ടു. അവർ മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കിയത്രേ. കോമൺ ആയ ഒരു അഡ്വക്കേറ്റ് ഉള്ളപ്പോ അവരെന്തിനു സ്വന്തമായി കേസ് വാദിക്കണം? അവരിപ്പോ എവിടെയുണ്ട്? ജാമ്യം കിട്ടിയ അന്ന് അമ്മാവനും മറ്റും വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോയല്ലോ. അവരെ ചെന്ന് കണ്ട് കാര്യം തിരിക്കാലോ. ഞാൻ ആ വീട്ടിൽ എങ്ങനെ പോകും സർ? അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. സംഭവിച്ചതൊക്കെ അവർ കോടതി പറഞ്ഞോട്ടെ. ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനായിരുന്നു റിസോർട്ടിൽ പോയത്? എനിക്കൊന്നും അറിയില്ലായിരുന്നു. ടൗണിൽ പരിചയമില്ലാത്തോണ്ട് ബസ് കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് ഒടുവിൽ എന്നെ റിസോർട്ടിൽ എത്തിച്ചതാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ബസ് സ്റ്റാൻഡിൽ വിടണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം സമയം വൈകിച്ചു. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? ആരുടെങ്കിലും സഹായം ഇല്ലാതെ ടൗണിൽ എത്താൻ പറ്റുമായിരുന്നില്ല. രാത്രിയാകുന്നതുവരെ അവിടെ എന്ത് ചെയ്തു? ഭയം കാരണം എനിക്ക് തലകറക്കം വന്നു. ഡോക്ടറാണെന്ന് പറയുന്ന ഒരാൾ വന്ന് എന്തോ മരുന്ന് തന്നു. രാത്രി വൈകിയാണ് ഞാൻ പിന്നെ ഉണർന്നത്. ഉണർന്നിട്ട് എന്ത് ചെയ്തു? ഉടനെ പോണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് റീത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഓടി മുറിയിൽ വന്നത്. ഏതാണ് ആ പെൺകുട്ടിയെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല, പാപ്പച്ചൻ ഒരാളുടെ മകളാണെന്ന് ബാലകൃഷ്ണ മാഷ് പറഞ്ഞു. എന്നിട്ട് അവളെ നിങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോയി? ആ കുട്ടി ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. റീത്ത കാറിൽ നിന്നിറങ്ങി ഓടിയപ്പോൾ ബാലകൃഷ്ണ മാഷ് എന്ത് ചെയ്തു? പറയൂ. ആ കുട്ടിയുടെ പുറകെ ഓടി. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ തീർത്തും നിരപരാധിയാണെന്നാണോ പറയുന്നത്? അതെ, എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ എന്നെ ബസ് കയറ്റി വിടാമെന്നും പറഞ്ഞു കൂടെ വന്നു. നിർബന്ധിച്ച് റിസോർട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ബാലകൃഷ്ണൻ മാസ്റ്റർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നിങ്ങളെയും ആ പെൺകുട്ടിയെയും ചതിക്കാൻ ശ്രമിച്ചു എന്നാണോ? പറയൂ. അതെ, നടന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കണം. അതെന്തിനാ ടീച്ചർ അങ്ങനെ ചെയ്തത്? ഒരു പിടിയുമില്ല. എന്തോ എന്റെ സ്നേഹത്തിന് പകരമായി 2 വർഷത്തെ ജയിൽവാസാണ് അവരെനിക്ക് തന്നത്. സ്ത്രീയല്ലേ, വിശ്വസിക്കാൻ പറ്റാത്ത വർഗം എന്നല്ലാതെ എന്ത് പറയാം? സ്ത്രീകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയും? ബാലകൃഷ്ണന്റെ മുത്തശ്ശി ഒരു സ്ത്രീയല്ലേ, പെങ്ങളും ഒരു സ്ത്രീയല്ലേ. അവരെ പറ്റിയും ബാലകൃഷ്ണൻ അങ്ങനെ പറയൂ? അതിരിക്കട്ടെ, ഈ പറഞ്ഞ മുത്തശ്ശിയും പെങ്ങളും ഒക്കെ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഈ അവസ്ഥയിലായതിന്റെ വേദനയോടെ മുത്തശ്ശി മരിച്ചു. ഭാഗ്യത്തിന് അതിനു മുമ്പ് എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അവളിപ്പോൾ ഗൾഫിലാണ്. ഇനി എന്താ ബാലകൃഷ്ണന്റെ പരിപാടി? ഒരു പരിപാടിയില്ല. തോന്നുന്ന പോലെ ജീവിക്കുക, പിന്നെ മരിക്കുക. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കൊരു നിരാശയില്ല. ഈ നിർമ്മല ടീച്ചറെ പിന്നെ കണ്ടോ? ഞാൻ കണ്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ മാത്രം അവരെ ഒന്ന് കാണണമെന്നുണ്ട്. എന്ത് കാരണം കൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു പ്രാവശ്യം ചോദിക്കാൻ. ജീവിതം അവസാനിച്ചു എന്ന തോന്നൽ വേണ്ട. സഹതാപം കൊണ്ട് പറയുന്നല്ല. മാഷ ജോലി ഏതായാലും പോയില്ലേ. എന്റെ കോൺട്രാക്ടർ നല്ല മനുഷ്യനാണ്. പുള്ളി വിചാരിച്ചാൽ ബാലകൃഷ്ണൻ ഒരു ജോലി തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്ദന്റെ സന്മനസ്സിന് നന്ദി. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതൊക്കെ ശരിയാവുന്നേ. സുഹൃത്തിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ കല്ലേറ്റുപുഴയിൽ ഇറങ്ങണം. അഡ്രസ് ഇതിലുണ്ട്. അഡ്രസ് ഇരിക്കട്ടെ, പക്ഷെ ഞാൻ വരില്ല നന്ദൻ. എനിക്ക് ആദ്യം വേണ്ടത് കുറച്ച് സ്വസ്ഥതയാണ്. വല്ല അമ്പലത്തിലോ ആശ്രമത്തിലോ ഒക്കെ ഒന്ന് ചുറ്റടിച്ച് നോക്കട്ടെ. സ്വസ്ഥതയൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ചുണ്ടാക്കുന്നതാണ്. മനുഷ്യന് ദൈവം തരുന്ന പുണ്യമാണ് ജീവിതം. അതിങ്ങനെ താറുമാറാക്കി കളയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് കിട്ടിയ ജീവിതം പുണ്യമല്ലെന്ന് ഇത്രയും കേട്ടിട്ടും നന്ദന് മനസ്സിലായില്ലേ? അത് ജീവിതത്തിൽ ഒരു ഏട് മാത്രമല്ലേ ആകുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏട്. ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ബാലകൃഷ്ണ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. എന്റെ റിക്വസ്റ്റ് ആണ്, മടങ്ങുമ്പോ ഇവിടെ ഇറങ്ങണം.
ചേട്ടോ പെട്ടെന്ന് ഇറങ്ങ്. റൈറ്റ്. അയ്യോ, എന്ത് പറ്റി സാർ? എന്റെ ബാഗ് ബസ് വെച്ച് മറന്നുപോയി. അല്ല, മാറിപ്പോയി. എന്നാ ഒരു വണ്ടി എടുത്ത് പുറകെ വിട്. ശരിടാ. അമ്മേ, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? അമ്മ ഉമ്മറത്തേക്ക് ചെല്ലൂ. നന്ദനാണോ? ഇന്നലെ എത്തുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്താ പുറത്തന്നെ നിൽക്കണേ? ഇരിക്കൂ. സന്തോഷ വാർത്ത ആദ്യം തന്നെ അങ്ങ് പറയാം. ഏത് പെണ്ണ്, എവിടെയുള്ള പെണ്ണ്, പെണ്ണിന്റെ ജാതി എന്ത്, സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒടുവിൽ വീട്ടുകാരന്റെ ഇഷ്ടത്തിന് വഴങ്ങി. ആളെവിടെ? അങ്കമാടിയിലേക്ക് പോയോ? ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അവള് ചായയുടെ ആയിരിക്കും. എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. പേടിക്കണ്ട, സ്വർണവും സ്വത്തൊന്നുമല്ല. കല്യാണം നാട്ടിലെ ദേവീ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണം, അത് മാത്രം. ശരീരത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇവിടം വരെ യാത്ര ചെയ്യാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. എല്ലാം മോൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്നറിയാലോ. അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. മോൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ? കേട്ടു. ഇനിയെങ്കിലും അമ്മ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ? എന്താ സംസാരിക്കാനുള്ളത്? തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത നീ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് വന്നതോ? ഞാനിപ്പോഴും ചോദിക്കുന്നു, നിന്റെ മനസാക്ഷിക്കറിയില്ലേ മോളെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? എന്നാലും ഒരെന്നാലും ഇല്ല. എല്ലാം അറിയുന്ന ദൈവം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ഞാൻ നാളെ ഇങ്ങോട്ട് ഇറങ്ങാം, വിശദമായി സംസാരിക്കാം. ഇപ്പൊ എനിക്ക് ഉടനെ വർക്ക് സൈറ്റിൽ എത്തണം. ചായ ഇടുന്നുണ്ട്. ചായ കുടിച്ചതാ, പറഞ്ഞാ മതി.